ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വീണ്ടും ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. പെരുന്നാളൊക്കെ ആയി തുടങ്ങിയല്ലോ. ഇനിയിപ്പോൾ എല്ലാവർക്കും വേണ്ടത് നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്വീറ്റ്സ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു മാങ്ങ കൊണ്ട് ഹൽവ ഉണ്ടാക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കേണ്ട ഒരു ആവശ്യമേ ഉള്ളൂ. അവിടെ ഹൽവ റെഡിയാവും. അത്രയേ ഉള്ളൂ. അത്രയും സിമ്പിളാണ്. എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ്. അതുപോലെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ടെക്സ്ചറിൽ വരുന്ന ഒരു ഹൽവ കൂടിയാണിത്. അപ്പോൾ നമുക്ക് ഈ മാങ്ങ ഹൽവ എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടിയുണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഒരു വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവില്ല. അപ്പോൾ നമുക്ക് ഈ മാംഗോ ഹൽവ എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അതിലേക്ക് എന്തൊക്കെ ചേരുവകൾ ആവശ്യമുള്ളത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 മാങ്ങ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള മാങ്ങ അൽഫോൺസോ മാങ്ങയാണ്. നല്ല മധുരമുള്ള മാങ്ങ തന്നെ എടുക്കണം. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ചെറിയൊരു പുളിപ്പും വേണം, എന്നാലേ ഈ ഒരു ഹൽവക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ടേസ്റ്റ് ഇല്ലാത്ത മാങ്ങ കൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് നാരൊക്കെ ഉള്ള മാങ്ങ കൊണ്ട് നമ്മൾ ഈ ഒരു ഹൽവ ഉണ്ടാക്കിയാൽ ശരിയാവാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ നല്ല മാങ്ങ തന്നെ എടുക്കുക. പിന്നെ ഞാൻ ആ 3 മാങ്ങ കഷ്ണങ്ങളാക്കിയതില്ലേ, അത് നന്നായിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കട്ടകളൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഏകദേശം ഒരു 1.5 കപ്പോളം വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഹൽവയിലേക്ക് മാംഗോ പ്യൂരിയാണ് വേണ്ടത്. അത് ഒരു 1.5 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഒരു 2 മാങ്ങ കൊണ്ട് തന്നെ 1.5 കപ്പ് മാംഗോ പ്യൂരി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ മാങ്ങയുടെ എണ്ണം ഞാൻ പറയുന്നില്ല. 1.5 കപ്പ് മാംഗോ പ്യൂരി എടുക്കുക കേട്ടോ. അപ്പോൾ 1.5 കപ്പ് മാംഗോ പ്യൂരി ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ അതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് 1.5 കപ്പ് മാംഗോ പ്യൂരിയിലേക്ക് കേട്ടോ. പിന്നെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് ബദാമും കുറച്ച് അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനാണ്. പിന്നെ ഇതിലേക്ക് കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുള്ളത് 1/2 കപ്പാണ്. അതുപോലെ തന്നെ 1/4 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾക്ക് ഈ ഒരു ടെക്സ്ചർ കിട്ടുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് നെയ്യ് ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 കപ്പ് മാംഗോ പ്യൂരിയിലേക്കുള്ള മെഷർമെൻറ്റ്സ് ആണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടുതൽ മാംഗോ പ്യൂരി എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ചേരുവകളും കൂട്ടി കൊടുക്കുക. ഇനി ഞാൻ ഇത് ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ചേരുവകളും കൂടി ഇതേപോലെ ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ അത് നന്നായിട്ട് മിക്സായി കിട്ടുമൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ മാംഗോ പ്യൂരിയും പിന്നെ പഞ്ചസാരയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഓരോന്നായിട്ട് ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാനും ബുദ്ധിമുട്ടാവും. പിന്നെ കോൺഫ്ലോറും കസ്റ്റർഡ് പൗഡറും നന്നായിട്ട് മിക്സായി കിട്ടണം എന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ കോൺഫ്ലോറും കസ്റ്റർഡ് പൗഡറും കുറേശ്ശെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലോർ മാത്രം 1/4 കപ്പ് എടുക്കാം, അല്ലെങ്കിൽ കസ്റ്റർഡ് പൗഡർ മാത്രം 1/4 കപ്പ് എടുക്കാം. അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും, ഈ മാങ്ങയേക്കാളും മുന്നിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് രണ്ടും കുറേശ്ശെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ഷേ ടേസ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആവും. ഞാനിപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് മാംഗോ പ്യൂരിയിലേക്കാണ് നമ്മൾ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂടി ഒരുമിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിത് ചൂടാക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ മാംഗോ ഹൽവ റെഡിയാക്കാനുള്ള എല്ലാ ചേരുവകളും നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞു. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്വീറ്റ് അല്ലേ. ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഒരു 20 മിനിറ്റ് ഇങ്ങനെ കൈവിടാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അത്രയേ ഉള്ളൂ, ഹൽവ റെഡിയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കും വേണം, അല്ലെങ്കിൽ കട്ട പിടിച്ച് പോവും. നമ്മളിതിലേക്ക് കോൺഫ്ലോറും കസ്റ്റർഡ് പൗഡറൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്.
ഈ ഒരു മിക്സ്ചർ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത്. അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് ചേർക്കാതെ ഒരു 3 പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം. അതായത് നമ്മളിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ നെയ്യ് ഈ ഒരു മിക്സ്ചറിൽ നന്നായിട്ട് കമ്പൈൻ ചെയ്ത് വരുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും ആ ഒരു നെയ്യ് മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന ആ ഒരു ടെക്സ്ചർ പോയാൽ വീണ്ടും നെയ്യ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ 3 തവണകളായിട്ടാണ് നമ്മളിതിലേക്ക് നെയ്യ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം നെയ്യ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു മിക്സ്ചർ നന്നായിട്ട് തിക്കായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മൾ നെയ്യ് ചേർത്തത് ഇപ്പോൾ മുകളിൽ ഇങ്ങനെ ഫ്ലോട്ടായി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഈ ഒരു മിക്സ്ചറിലേക്ക് നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കിട്ടണം. എന്നിട്ട് നമ്മൾ അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുവരെ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്, പക്ഷേ ആയിട്ടില്ല. കാരണം നമ്മുടെ ഈ ഒരു മിക്സ്ചർ ഇപ്പോഴും നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. നല്ല തിക്കായിട്ട് വരണം. ആ ഒരു ഹൽവയുടെ ടെക്സ്ചർ കിട്ടണമെങ്കിൽ ഇതുപോലെ നമ്മളിങ്ങനെ കോരി ഒഴിക്കുന്ന സമയത്ത് അതിങ്ങനെ പെട്ടെന്ന് വീഴാൻ പാടില്ല. അതാണ് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി. ഞാൻ കാണിക്കാം കേട്ടോ. നേരത്തെ മുകളിൽ ഇങ്ങനെ നെയ്യൊക്കെ തെളിഞ്ഞു വന്നില്ലേ, അപ്പോൾ അത് ഇപ്പോൾ ഇത് നന്നായിട്ട് കമ്പൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മളിതിപ്പോൾ ഇങ്ങനെ കോരി എടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ പെട്ടെന്ന് വീഴുന്നുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ വീഴാൻ പാടില്ല. അപ്പോൾ ആ ഒരു പരുവത്തിലായിട്ടില്ല. അപ്പോൾ വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടി ബാക്കിയുള്ളതും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിപ്പോൾ ഓരോ തവണ നെയ്യ് ചേർക്കുമ്പോഴും ആദ്യം നമ്മൾ ചേർത്ത നെയ്യ് അതിൽ നന്നായിട്ട് കമ്പൈൻ ചെയ്ത ശേഷം മാത്രം വീണ്ടും നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അതിൻ്റെ ആ ഒരു ലുക്കും ആ ഒരു ടെക്സ്ചർ തന്നെ മാറിയിട്ടുണ്ട്. നല്ലൊരു ഹൽവയുടെ ടെക്സ്ചർ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ 16 മിനിറ്റാണ് ഞാനിപ്പോൾ ഈ ഒരു ഹൽവ റെഡിയാക്കാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടോ, ഞാനിപ്പോൾ ഇങ്ങനെ കോരി എടുക്കുന്ന സമയത്ത് അത് പതുക്കെയാണ് വീഴുന്നത്. അപ്പോൾ ആ ഒരു ടെക്സ്ചറാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹൽവയുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടോ, പെട്ടെന്ന് അത് വീഴുന്നില്ല, ആ ഒരു മിക്സ്ചർ വീഴുന്നില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഇതിലേക്ക് നമുക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമാണ് ഇപ്പോൾ ചേർക്കുന്നത് കേട്ടോ, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത്. ബദാമും നമുക്ക് ഡെക്കറേഷനായിട്ട് എടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാനും വെക്കണം, ചൂടോട് കൂടിയിട്ട് തന്നെ. അപ്പോൾ നമ്മൾ ഏത് പാത്രമാണോ യൂസ് ചെയ്യുന്നത് അതൊന്ന് ചെറുതായിട്ടൊന്ന് നെയ്യ് കൊണ്ടൊന്ന് തടവി കൊടുക്കുക. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുക്കുന്നത്. അതിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ പ്ലേറ്റോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ പ്ലേറ്റോ ഒക്കെ എടുക്കാം കേട്ടോ, അതൊന്നും പ്രശ്നമില്ല. ഒന്ന് ഇതുപോലെ നെയ്യ് തടവി കൊടുത്തിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ കേട്ടോ, ഈ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമ്മൾ നേരത്തെ ഡെക്കറേഷനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ബദാം ഇതുപോലെ വെച്ച് കൊടുക്കാം. പിന്നെ നിങ്ങളെല്ലാവരും പറയുന്ന പോലെ തന്നെ പിസ്ത സ്ലൈസസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊരു ഭംഗിക്കാണ് വെച്ച് കൊടുക്കുന്നത്, അല്ലാണ്ട് എല്ലാ റെസിപ്പീസിലും ഞാനിങ്ങനെ വെറുതെ ചേർക്കുന്നതല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഗ്രീൻ കളർ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എല്ലാത്തിലും മിക്ക സ്വീറ്റ്സിലും അതുപോലെ പുഡിങ്ങിലൊക്കെ ഞാനിത് ചേർക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാംഗോ ഹൽവ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കളറിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റ് ആവണം. അതിനായിട്ട് നമ്മൾ ചൂടാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 1-2 മണിക്കൂർ ഇതുപോലെ പുറത്ത് വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ചൂടാറി കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് കട്ടിയായി കിട്ടും. ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ കട്ടിയാവും. എന്നാലും നന്നായിട്ട് കട്ടിയാവണമെങ്കിൽ 1 മണിക്കൂറൊക്കെ വെക്കാം. ഞാനിപ്പോൾ അത് 2 മണിക്കൂർ വെച്ചിട്ടുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ എടുത്ത് നോക്കുന്നത് കേട്ടോ, അല്ലാണ്ട് 2 മണിക്കൂർ വെച്ചതല്ല. അപ്പോഴേക്കും നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, പക്ഷെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു ടെക്സ്ചറാണ്. അതുപോലെ നെയ്യൊക്കെ പോലെ കാണുന്നുണ്ടാവും, പക്ഷേ അധികം നെയ്യൊന്നുമില്ല കേട്ടോ. അത് നമ്മളാകെ 3 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ. സാധാരണ നമ്മൾ ഹൽവ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് നെയ്യ് ചേർക്കും. അപ്പോൾ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. അതുപോലെ ഫ്ലോപ്പായി പോകുന്നുള്ള പ്രശ്നമൊന്നും വേണ്ട, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു കസ്റ്റർഡ് പൗഡറിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കാം കേട്ടോ. അത് ഞാൻ മറന്നതാണ് പറയാൻ. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ടേസ്റ്റ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല, വേണമെങ്കിൽ ചേർക്കാം.
പിന്നെ ഇത് കട്ട് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അത്രയും സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കിത് കട്ട് ചെയ്യുമ്പം കത്തിയിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും സ്ലൈസൊക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളത് കുറച്ചുകൂടെ നട്ട്സ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ അധികം നട്ട്സ് ചേർക്കാത്തത്, അതായത് ഞാൻ അണ്ടിപ്പരിപ്പ് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ചേർത്തല്ലോ, കുറച്ച് മാത്രമല്ല ചേർത്തിട്ടുള്ളൂ. കൂടുതൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഞാൻ കൂടുതൽ ചേർക്കാതെ നമ്മളത് കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കുമ്പം ആ ഒരു ഭാഗം നല്ല അടിപൊളിയായിട്ട് കിട്ടില്ല. അപ്പോൾ ഫോട്ടോയിൽ ഭംഗി ഉണ്ടാവില്ല വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് മാത്രം ചേർത്ത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് നട്ട്സ് ചേർത്ത് കൊടുക്കാൻ നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്ചർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നല്ല സോഫ്റ്റാണ്, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ടെക്സ്ചറാണ് ഈ ഒരു ഹൽവയ്ക്ക്. അപ്പോൾ വളരെ ഈസി അല്ലേ ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ വേറൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.